എനിക്കൊരു അമ്മായിയുണ്ട്. അമ്മായിയാണെങ്കിൽ മുമ്പൊക്കെ ഈ ആരോഗ്യ മാസിക ഭയങ്കരമായിട്ട് വായിക്കുമായിരുന്നു. അങ്ങനെ മൂപ്പർ ഈ ആരോഗ്യ മാസിക എല്ലാം വായിച്ച് അവസാനം എന്തായി, നേരെ ഹോസ്പിറ്റലായി. എങ്ങനെ ഹോസ്പിറ്റലായെന്നല്ലേ, അമ്മയ്ക്ക് തൈറോയിഡും കൊളസ്ട്രോളിൻ്റെ ഒക്കെ ചെറിയ എന്തൊക്കെയോ ഉണ്ട്. അപ്പം മൂപ്പരാണെങ്കിൽ ഈ ആരോഗ്യ മാസികയിൽ ഈ കൊളസ്ട്രോളിനെ കുറിച്ചിട്ടും പിന്നെ ബാക്കി അസുഖത്തിനെ കുറിച്ചിട്ടൊക്കെ അങ്ങനെ ഓരോന്ന് എഴുതിയിട്ട് വരുമല്ലോ. അപ്പം മൂപ്പർ ഇതെല്ലാം വായിച്ചിട്ട് എന്തൊക്കെ, മൂപ്പർക്ക് ഈ അസുഖമൊക്കെ ഉണ്ട് എന്നുള്ളത് സ്വന്തമായിട്ട് അങ്ങ് കൺഫേം ചെയ്തു. സ്വന്തമായിട്ട് ഫുള്ള് ഡയറ്റ് എടുക്കാൻ തുടങ്ങി. ആ ഡയറ്റിലാണെങ്കിൽ ആവശ്യമുള്ള ഒരു ഫുഡും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ മൂപ്പർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം മൂപ്പർക്ക് ബോധമില്ലാണ്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് മൂപ്പർ എന്താ പറയുക, വല്ലാത്തൊരു അബോധാവസ്ഥയിൽ കിടക്കുക. അങ്ങനെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്ക് ചെയ്തപ്പം പറഞ്ഞു വേറൊരു അസുഖമില്ല, ഫുഡ് കഴിക്കാണ്ട് ആമാശയം ചുരുങ്ങിപ്പോയതാണ്. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇതുപോലുള്ള മാസികകളൊക്കെ വായിക്കുന്ന സമയത്ത് വായിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതേപോലെയുള്ളതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ചിലപ്പോൾ ഉണ്ടാവും അതിനകത്ത് എഴുതിയിട്ടുള്ള. പക്ഷെ നമുക്ക് ആ അസുഖമാണെന്ന് നമ്മൾ സ്വന്തമായിട്ട് കൺഫേം ചെയ്യരുത്. ഒരു ഫിസിഷ്യനെ പോയി കണ്ട് ഡോക്ടർ സ്വതവേ ചെയ്യും. ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊക്കെ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ എന്താണോ അസ്വസ്ഥത അതിനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഡോക്ടറെ തീർച്ചയായിട്ടും റെഫർ ചെയ്ത് തരും. അതേപോലെ തന്നെ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് അതിന് നിങ്ങളെ ബോഡി പ്രിപ്പയർ ആണോ എന്ന് ഫസ്റ്റ് നോക്കുക. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറ്റീഷ്യനെ മസ്റ്റായിട്ടും കാണാം. ഡയറ്റീഷ്യനെ കണ്ടതിന് ശേഷം മാത്രം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും കുറേ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരം അതിന് ഓക്കെ ആണോ, നിങ്ങളുടെ വെയിറ്റ് അതിന് ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം മാത്രമേ ഡയറ്റും കാര്യങ്ങളും എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഇതേപോലുള്ള ആരോഗ്യ മാസിക വായിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഇതേപോലത്തെ അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിംറ്റംസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ അസുഖമുണ്ട് എന്ന് കൺഫേം ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ അമ്മായിനെ പോലെ പോയി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അമ്മായി എന്തായാലും ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം. ഫുഡ് കഴിക്കാത്ത സമയത്ത് പലപ്പോഴും അമ്മായിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുഡ് കഴിക്കാണ്ടിരിക്കരുത്. എനിക്കൊക്കെ അസുഖം വന്ന് ഫുഡ് കഴിക്കാൻ പറ്റാനിട്ട് ഇതൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടും സ്വന്തമായിട്ട് എന്താക്കും, സ്വന്തമായിട്ട് അയ്യോ വേണ്ട ഞാൻ തടിക്കും അല്ലെങ്കിൽ എനിക്ക് കൊളസ്ട്രോൾ വരും എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാണ്ടെന്നിട്ട് ഇപ്പോൾ അവസാനം എന്തായി, കൊളസ്ട്രോളും ഇല്ല തൈറോയിഡും ഇല്ല, അവസാനം ആമാശയം ചുരുങ്ങിപ്പോയി. ആ ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഇതാണ് കാര്യം. പിന്നെ ഈ തലവേദന വരുമ്പോഴേക്കും ബ്രെയിൻ ട്യൂമർ ആണോ എന്ന് വിചാരിക്കുന്നത്. തലവേദന ബ്രെയിൻ ട്യൂമർ ഉണ്ടെങ്കിൽ മാത്രമല്ല വരാം. ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ തലവേദന വരും. അതേപോലെ കുറേ സമയം നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരുന്നിട്ട് ഗ്യാസ് കയറി കഴിഞ്ഞാലും തലവേദന വരും. അപ്പോൾ ഇതൊക്കെ തലവേദനൻ്റെ സിംറ്റംസ് ആണ്. അല്ലാണ്ട് തലവേദന വന്നു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ തലയിൽ ബ്രെയിൻ ട്യൂമർ ഒന്നും വരില്ല. ഓക്കെ. പിന്നെ ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങളും ബാക്കി അസുഖത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഞാൻ ഷോർട്ടായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യനെങ്കിലും കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ നിങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യാൻ നിൽക്കുക. അല്ലാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യും, നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ തടിക്കും അതുകൊണ്ട് എനിക്ക് ആ ഫുഡ് കഴിക്കേണ്ട അല്ലെങ്കിൽ ഞാൻ കൊളസ്ട്രോൾ വരും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഫുഡും കാര്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കാട്ടും വലിയ അസുഖം വന്ന് നിൽക്കേണ്ട ഒരവസ്ഥയാവും. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു.